കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കാൻ പോകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഓരോ ബജറ്റും വരുമ്പോൾ ആ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ അത് ബാധിക്കുക എന്നുള്ളതാണ്. എന്തിനൊക്കെയാണ് വില കൂടാൻ പോകുന്നത്, എന്തിനൊക്കെയാണ് വില കുറയാൻ പോകുന്നത്, അതായിരിക്കും പ്രേക്ഷകർക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും. ഏതൊക്കെ നിരക്കുകളാണ് കൂടാൻ പോകുന്നത്, ഏതൊക്കെ നിരക്കുകളാണ് കുറയാൻ പോകുന്നത്. ഇതാ ഒരു കുടുംബവുമായി പ്രജിൻ സി കണ്ണൻ നമുക്കൊപ്പം കടന്നു വരികയാണ്. പ്രജിൻ, സ്വാഗതം. താങ്ക് യു രജിത്. ബജറ്റ് ഉഷാറായോ? ബജറ്റ് ഉഷാറായി. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം ഒരു ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ കുടുംബ ബജറ്റിൽ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുക, താളം തെറ്റുമെന്നൊക്കെയുള്ള സ്വാഭാവികമായ സാധാരണക്കാരുടെ ചോദ്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കിപ്പം കുടുംബമുണ്ട്, 5 അംഗ കുടുംബമുണ്ട്. അപ്പം അവരോരോരുത്തർക്കും ഓരോ പ്രൊഫൈലുണ്ട്. അപ്പോൾ അവർ ഓരോ ചോദ്യങ്ങളുമായി മുന്നോട്ട് വരികയാണ്. നമുക്ക് നോക്കാം ഈ ബജറ്റുമായി അത് താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് മാറ്റം വരിക, ഏതൊക്കെ കാര്യങ്ങളിൽ വില കൂടും വില കുറയും, അത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമോ? ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് അതിലേക്ക് കടക്കാം. ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കും, കോർട്ട് ഫീസ് സ്റ്റാമ്പുകളുടെ നിരക്ക് കുത്തനെ ഉയരും തുടങ്ങി നിരവധി മുന്നറിയിപ്പുകൾ ധനമന്ത്രി ഈ ബജറ്റിൽ നൽകുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുമായി എന്നോടൊപ്പമുള്ള ഈ കുടുംബം വരികയാണ്. ആ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം കേരളത്തിലെ മുഴുവൻ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ രജിത്തെ, ഈ പെൻഷൻ തുക കൂടുമോ? സ്വാഭാവികമായിട്ട് എല്ലാ ബജറ്റ് വരുമ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ക്ഷേമ പെൻഷൻ കൂടില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന 1600 രൂപയായി അത് തുടരുമെന്ന് മന്ത്രി. ഒരു 100 രൂപയെങ്കിലും കൂടും എന്നുള്ള തരത്തിലൊക്കെ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു, അല്ലെങ്കിൽ വിശകലനങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതില്ല, അത് കൃത്യമായി പഴയ ക്ഷേമ പെൻഷൻ തന്നെ, പക്ഷേ അത് കുടിശ്ശിക കൃത്യമായി കൊടുത്തു. പക്ഷെ ഒരു കാര്യം അതന്നെയാണ്, അതായത് ഇത്തവണത്തെ ആ വാഗ്ദാനം അതാണ്, ഇപ്പോഴുള്ള കുടിശ്ശിക തീർക്കും. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്, ഇടുക്കിയിലും ഒക്കെയുള്ള സമരങ്ങൾ നമ്മൾ മുന്നിലുണ്ട്. അപ്പോൾ അതെല്ലാം ധനമന്ത്രി കണക്ക് കൂട്ടിയിട്ടുണ്ട്. കുടിശ്ശികയെല്ലാം തീർക്കും, പക്ഷേ 1600 രൂപയായിട്ട് അത് തുടരുകയും ചെയ്യും. ഇനി പുതിയ വർഷം കൃത്യമായി അത് കയ്യിലെത്തും, പെൻഷൻ കയ്യിലെത്തും എന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിലും ആ പുതിയ കമ്പനി അത് ഏത് രീതിയിലാണ് ആ സംവിധാനം എന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല. അത് സസ്പെൻസായി നിൽക്കുകയാണ്. ഇനി അടുത്തത് പ്രായമാർക്ക് വേണ്ടി പ്രഖ്യാപിച്ച വാർദ്ധക്യ സൗഹൃദ ഒരു പദ്ധതിയാണ്. അത് കുടുംബശ്രീ വഴി പുതിയൊരു മെഗാ പദ്ധതിയും ബജറ്റിലുണ്ട് എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഉപജീവന പദ്ധതി എന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ മറ്റൊരു രൂപം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക തൊഴിൽ ദാന പദ്ധതിയാകണമെന്ന ഒരു ഊഹം കൂടി ഇപ്പോഴുണ്ട്. വിശദാംശങ്ങൾ വഴിയേ വരികയുള്ളൂ. ഇനി മുത്തശ്ശൻ ചോദിക്കുന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കൃഷിയാണ് വിഷയം. കൃഷിക്കാർക്കായി ബജറ്റിൽ എന്തൊക്കെ എന്നാണ് ആ പൊതുചോദ്യം മുത്തശ്ശൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. റബ്ബർ കർഷകർക്കാണ് പ്രത്യക്ഷത്തിൽ അല്പം ആശ്വാസമാകുന്ന ഒരു പദ്ധതി ഇത്തവണത്തെ ബജറ്റിലുള്ളത്. സംഭരണ വില 180 ആക്കിയിട്ടുണ്ട് എന്നാണ് ആ പ്രഖ്യാപനം. ഇപ്പോൾ നിലവിലുള്ള 170 രൂപ, അതിൽ 10 രൂപ കിലോയ്ക്ക് കൂടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിപണിയിൽ കിട്ടുന്ന വിലയുടെ ശേഷിക്കുന്നത് സർക്കാർ നൽകുന്ന പദ്ധതിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്ന് 165 രൂപയാണ് 4ാം ഗ്രേഡ് റബ്ബറിന്റെ വില. ഏപ്രിൽ 1 മുതൽ വിൽക്കുന്ന ഓരോ കിലോ റബ്ബറിനും അപ്പോൾ സർക്കാർ 15 രൂപ അധികമായി അക്കൗണ്ടിൽ നൽകുന്നത്. അത് സർക്കാരാണ് തുക നൽകുന്നത്. നിലവിൽ 5 രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. കാർഷിക വികസനത്തിന് 5 കൊല്ലത്തേക്ക് 2365 കോടിയുടെ പ്രത്യേക പദ്ധതിയും ഈ ബജറ്റിൽ പറയുന്നു. വിള പരിപാലനത്തിനായി 549 കോടിയും മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഗ്രാമീണ മേഖലയിലെ ടൂറിസം വികസനത്തിന് 10,000 മുറികൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുമുണ്ട്. അത് നടപ്പായാൽ സ്വാഭാവികമായിട്ടും അതിന്റെ നേട്ടം ഗ്രാമീണ മേഖലയിലാണ്. അപ്പോൾ ജീവനക്കാർക്ക് എന്തൊക്കെ എന്ന ചോദ്യമാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അടുത്ത ആൾ വരുന്നു. സർക്കാർ ജീവനക്കാർ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന പ്രശ്നം, അതിന് ഇത്തവണ ഒരു പരിഹാരം ഉണ്ടായതും നയപരമായ ഒരു തീരുമാനമാണ് എന്ന് പറയാം അല്ലേ റീത്തെ? അതായത് ഈ പെൻഷൻ പദ്ധതി, പെൻഷന്റെ സ്കീം അത് മാറുന്നുണ്ടോ എന്നതാണ് ചോദ്യം അല്ലേ? പങ്കാളിത്ത പെൻഷൻ എന്നുള്ളത് മാറ്റുന്നു എന്നതാണ്. ഇന്ന് പകരം പുതിയ പദ്ധതി വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതെ, പക്ഷെ അതെന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഏത് വിധേയമായിരിക്കും എന്ന കാര്യം ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും പങ്കാളിത്ത പെൻഷൻ ഇല്ലാതാകുന്നു. അതിൽ കേന്ദ്രം നൽകിയ വിഹിതം തിരിച്ചു നൽകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം പദ്ധതിയുടെ രൂപം പുറത്തുവരാൻ പോകുന്നതേയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു ഗഡു DA കൂടി സർക്കാർ ജീവനക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാടിന്റെ വികസനത്തിന് എന്ത് എന്ന ചോദ്യത്തിന് സിൽവർ ലൈൻ തുടരുമെന്ന് ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവന ധനമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം അത് നടക്കാൻ പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ അത് ആ ചോദ്യമായി തന്നെ നിൽക്കുന്നുമുണ്ട്. ഇനി ഒപ്പം കൊച്ചി ബംഗളൂരു ഇടനാഴിക്ക് 200 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം. ഇനി കുടുംബനാഥൻ വരുന്നുണ്ട് മുന്നോട്ടേക്ക്. നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നോക്കാം. ഭൂമി വില കൂടുമോ എന്നാണ് ആ ചോദ്യം. ന്യായവില ഉയർത്തുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തിനൊക്കെ ഭൂമി ഉപയോഗിക്കുന്നു എന്ന് നോക്കിയായിരിക്കും എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട്. അതായത് വീട് വെക്കാനും കൃഷിക്കും കടകൾ തുറക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരേ സ്ഥലത്തെ ഭൂമിക്ക് തന്നെ ഭിന്ന ന്യായവില വരും എന്നാണ് മന്ത്രി നൽകിയിരിക്കുന്ന സൂചന. വില സ്വാഭാവികമായിട്ടും ഉയരും. അതോടെ മുദ്രപത്ര വില കൂടും,
രജിസ്ട്രേഷൻ നിരക്ക് കൂടും. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഒരു വർധനയുണ്ടാകും. സ്വാശ്രയ സംഘങ്ങൾ പോലെ വ്യാപാരികളുടെ കൂട്ടായ്മ ഉണ്ടാക്കി ഉൽപ്പന്നങ്ങൾ ഒന്നിച്ചു വാങ്ങുന്ന പദ്ധതിയും മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, MC റോഡിന് സമാന്തരമായി ഗ്രീൻഫീൽഡ് റോഡ് എന്നൊരു പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കോർട്ട് ഫീസ് സ്റ്റാമ്പുകൾക്ക് വില വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ തർക്കത്തിന് താൻ പോയി കേസ് കൊണ്ട് എന്നിനി പറയാൻ പറ്റില്ല, കാരണം അതെ, ആ ചെലവ് കൂടാൻ പോവുകയാണ്. അത് ഇങ്ങനെയാണ്, കോർട്ട് ഫീസ് സ്റ്റാമ്പുകൾക്കും സേവനങ്ങൾക്കും നിരക്ക് കുത്തനെ ഉയരുമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, മദ്യത്തിന് ലിറ്ററിന് 10 രൂപയുടെ ഒരു പ്രഖ്യാപനം, അതായത് ഒരു നിരക്ക് ഉയരുന്ന കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഇനി വരാൻ പോകുന്നേ അല്ലെ. ഈ ഗാൽവനേജ് ഫീ എന്നാണ് ഉദ്ദേശിച്ചത്. മന്ത്രി പറയുന്നു അത് വിൽപ്പന നിരക്കിൽ അത് റിഫ്ലക്ട് ചെയ്യില്ല എന്ന് പറയുന്നു. സർക്കാരിലേക്ക് അതിന്റെ ഗുണം ലഭിക്കും. അതെ, അത് മദ്യത്തിന് വില കൂടുമോ എന്ന് ചോദിച്ചാൽ വില കൂടുന്നുണ്ട്, പക്ഷെ അത് വിൽപ്പനയിൽ ബാധിക്കില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ വരും മണിക്കൂറുകളൊക്കെ ധനമന്ത്രി തന്നെ വ്യക്തമാക്കുമായിരിക്കും. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ ഏറ്റവും ചെറിയ ആള് മുന്നോട്ട് വരികയാണ്. എന്താണ് കുട്ടികൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു മാതൃകാ അംഗൻവാടി പദ്ധതി അത് ഇത്തവണത്തെ പ്രഖ്യാപനത്തിൽ നമ്മൾ കണ്ടു. ഉപജില്ല തോറും മാതൃകാ സ്കൂളുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രൊമോഷൻ ഫണ്ട് രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം പുതിയതാണ്. പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് വിദ്യാഭ്യാസ ഫണ്ട് സ്വരൂപിക്കുന്ന പദ്ധതിയാണിത്. ബിരുദം വരെ പഠിക്കുന്ന ഒരു കുട്ടിക്കായി സർക്കാർ 25 ലക്ഷം രൂപ ചെലവഴിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. അതിൽ ഒരു പങ്ക് താല്പര്യമുള്ളവരിൽ നിന്ന് തിരികെ സ്വീകരിക്കുന്നതാണ് ആ പദ്ധതി. പിന്നെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബ് എന്നൊരു മോഹം കൂടി ആവർത്തിക്കുന്നുണ്ട് ധനമന്ത്രി ഇത്തവണത്തെ ബജറ്റിൽ. ഈ ബജറ്റിന്റെ ആകത്തുക ഇപ്പോഴും പ്ലാൻ B പുറത്തു വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അല്പം ഒരു നയമാറ്റത്തിന് കൂടി സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. സ്വകാര്യ മേഖലയിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചില സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതെ റീത, അതാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യം ധനമന്ത്രി പറഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ടല്ലേ നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ഈ പങ്കാളിത്ത പെൻഷൻ, അത് പൂർണ്ണമായി ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ പുതിയ സംവിധാനം എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഈ പറഞ്ഞ പദ്ധതികളും. ഇനി കേന്ദ്രം കടമെടുപ്പ് പരിധി ഉയർത്തിയില്ല എങ്കിൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും ഇല്ല. പ്ലാൻ B ഉണ്ടെന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. അപ്പോഴും അതിൽ വ്യക്തതയുമില്ല. ആ പ്ലാൻ B അനുസരിച്ചായിരിക്കും ഇതൊക്കെ നടക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നീക്കിയിരിപ്പുണ്ട്. ഇതിനൊക്കെ ഫണ്ട് എവിടെ എന്നൊരു സ്വാഭാവികമായ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതെ, എന്തായാലും 5 അംഗ കുടുംബവുമായാണ് പ്രജിന് നമുക്ക് മുമ്പിലേക്ക് എത്തിയത്. ഓരോ കുടുംബത്തിൽ വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യങ്ങളും അവരുടെ അതൊക്കെ വ്യത്യസ്തമായിരിക്കും ഓരോ തലങ്ങളിൽ നിന്നും. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നായിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, ആ കുടുംബത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ഉയരുമ്പോൾ ഏത് തരത്തിലാണ് അതിൻ്റെ ഉത്തരം, ബജറ്റ് അതിനെ ഏത് തരത്തിലാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുകയായിരുന്നു പ്രജിൻ സി കണ്ണൻ. താങ്ക് യു പ്രജിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.